Hi students, welcome. Myself is Dr. Shijanavi. In this class we are going to discuss about 4 theorems related to the limit of sequences. So first theorem is, if x equal to xn is a convergent sequence of real numbers and if xn greater than or equal to 0 for all n belongs to n, then x equal to limit xn is greater than or equal to 0. Okay. So here we have given a sequence, convergent sequence xn, okay, and all xn is greater than or equal to 0, xn greater than or equal to 0 for all n belongs to n. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ തിയറം പറയുന്നതാണ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ലിമിറ്റ് എക്സിനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, സോ കൺസിഡർ ദി പ്രൂഫ്. Suppose x equal to xn is a convergent sequence of real numbers and xn greater than or equal to 0 for all n belongs to n. Okay, then നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? We have to prove x equal to limit xn greater than or equal to 0. പ്രൂവ് ചെയ്യേണ്ടതാണ് limit of xn greater than or equal to 0. സോ പ്രൂവ് ചെയ്യേണ്ടതാണ്. സോ ഇങ്ങനെ അസ്യൂം ചെയ്യുക. ഇഫ് പോസിബിൾ അസ്യൂം ദാറ്റ് എക്സ് ഈസ് ലെസ് ദാൻ 0. ഓക്കെ, അതായത് ലിമിറ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ അത് ലെസ് ദാൻ 0 ആയാൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം. ഓക്കെ, സോ അസ്യൂം ദാറ്റ് എക്സ് ഈസ് ലെസ് ദാൻ 0. സോ ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ 0, ടേക്ക് എപ്സിലോൺ ഈക്വൽ ടു -6. ഓക്കെ, ടേക്ക് എപ്സിലോൺ ഈക്വൽ ടു -6. ദെൻ ക്ലിയർലി എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ലെസ് ദാൻ 0 ആയതുകൊണ്ട് -6 ഗ്രേറ്റർ ദാൻ 0. സോ ദിസ് എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ 0. So here we have given x equal to limit xn. Okay, x equal to limit xn തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഡെഫിനിഷൻ എന്താ? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ, ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് k ബിലോങ്സ് ടു n such that n greater than or equal to k implies mod xn minus x less than epsilon. Okay, so ഏതൊരു എപ്സിലോൺ ചൂസ് ചെയ്താലും ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. സോ ഈ ഒരു എപ്സിലോണിനും എന്തുണ്ടാവണം? ഒരു നാച്ചുറൽ നമ്പർ കെ എക്സിസ്റ്റ് ചെയ്യണം സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, ഡെഫിനിഷൻ പറയുന്നത് ഏത് എപ്സിലോൺ ചൂസ് ചെയ്താലും, നമ്മൾ ഏതൊരു എപ്സിലോൺ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ കെ എക്സിസ്റ്റ് ചെയ്യും സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, സോ നമ്മളിവിടെ എപ്സിലോൺ ഈക്വൽ ടു -6 ഒരു പെർട്ടിക്കുലർ എപ്സിലോൺ ചൂസ് ചെയ്തു. സോ ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവണം? അവിടെ ഒരു നാച്ചുറൽ നമ്പർ കെ എക്സിസ്റ്റ് ചെയ്യണം സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, സോ ഇതിനെ നമുക്ക് there exists a natural number k such that mod xn minus x less than epsilon for all n belongs to n greater than or equal to k. ഓക്കെ, സോ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ഡെഫിനേഷൻ അറിയാം. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിന് ഇക്വലൻ്റ് ആണ് അല്ലേ? ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇക്വലൻ്റ് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അത് ഇങ്ങനെ എഴുതാം. ഇതിനെങ്ങനെ എഴുതാം? ദിസ് വൺ ഈസ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ എല്ലാ ഇതിലും എക്സ് ആഡ് ചെയ്താൽ എന്താവും? ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. എക്സ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ എക്സ് പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ n greater than or equal to k. എല്ലാ n greater than or equal to kക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അതായത് n ഈക്വൽ ടു kക്ക് ശരിയാണ്, k+1 ശരിയാണ്, k+2 ശരിയാണ്, എക്സെട്ര. kക്ക് ശേഷമുള്ള എല്ലാ നാച്ചുറൽ നമ്പറിനും ഈ ഒരു ഇനീക്വാലിറ്റി ട്രൂ ആണ്. ഓക്കെ, സോ ഞാനത് പെർട്ടിക്കുലറായിട്ട് kക്ക് ശരിയാണല്ലോ, അത് ഇൻ പെർട്ടിക്കുലർ എന്താ k എന്ന് പറയുന്നതിന് ശരിയാണ്. സോ ഞാനത് മാത്രം എടുക്കുന്നു. സോ എനിക്ക് എന്ത് എഴുതാം? x minus epsilon. So we can write x minus epsilon less than xk less than x plus epsilon. So this is true for all n greater than or equal to k. Okay, so ഞാനത് kക്ക് മാത്രം ഉള്ളത് ഒരു ഇനീക്വാലിറ്റി മാത്രം എടുത്തു. ഓക്കെ, സോ x minus epsilon less than xk less than x plus epsilon. ഓക്കെ, അതിൽ തന്നെ റൈറ്റ് സൈഡിലുള്ളത് മാത്രം മതി നമുക്ക്. സോ ദിസ് വൺ. ഓക്കെ, ഇത് മാത്രം. So xk is less than x plus epsilon. And what is epsilon? Epsilon is equal to -6.
Okay, epsilon is equal to minus x. So that is equal to x plus minus x equal to 0. So we get xk is less than 0. Okay, so here xk, this one is equal to 0. So xk is less than 0. So നമ്മൾ എന്താണ് അസ്യൂം ചെയ്തത്? എക്സ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. എല്ലാ എന്നിനും എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പക്ഷെ നമുക്ക് എന്ത് കിട്ടും? ഒരു നാച്ചുറൽ നമ്പറിന് എക്സ് കെ ലെസ് ദാൻ 0 ആണ് കിട്ടി. ഓക്കെ, സോ എക്സ് കെ ഈസ് ലെസ് ദാൻ 0, which is a contradiction to the hypothesis that xn greater than or equal to 0 for all n belongs to n. Okay, ഇത് നമ്മൾ ഹൈപ്പോത്തിസിസ് ആയിരുന്നു. xn greater than or equal to 0 for all n belongs to n എന്ന് പറയുന്നത് നമ്മൾ ഹൈപ്പോത്തിസിസ് ആണ്, സപ്പോസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, സോ പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടിയത്? എക്സ് ലെസ് ദാൻ 0 എന്ന് അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് കെ ലെസ് ദാൻ 0 എന്ന് കിട്ടി. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ അവർ അസംഷൻ ഈസ് സ്ട്രോങ്. ഓക്കെ, നമ്മൾ എന്തായിരുന്നു അസ്യൂം ചെയ്തത്? എക്സ് ലെസ് ദാൻ 0 ആണെന്നാണ് അസ്യൂം ചെയ്തത്. സോ അത് പോസിബിൾ അല്ല. എക്സ് ലെസ് ദാൻ 0 പോസിബിൾ അല്ലേ, പിന്നെ എന്തേ പോസിബിലിറ്റി ബാലൻസ് എന്തേ ഉള്ളൂ? എക്സ് ലെസ് ദാൻ 0 പോസിബിൾ അല്ലേ, പിന്നെ ബാലൻസ് എന്തേ ഉള്ളൂ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ്. സോ എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, സോ therefore our assumption is wrong. Thus x is greater than or equal to 0. Consider next theorem. If x equal to xn and y equal to yn are convergent sequence of real numbers, and if xn less than or equal to yn for all n belongs to n, then limit xn is less than or equal to limit yn. Okay, so ഇവിടെ രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട്. സീക്വൻസ് xn ആൻഡ് സീക്വൻസ് y, ബോത്ത് ആർ കൺവേർജന്റ് സീക്വൻസസ്. ആൻഡ് xn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ഫോർ ഓൾ n ബിലോങ്സ് ടു n. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ലിമിറ്റ് xn ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് yn. ഓക്കെ, സോ അത് പ്രൂവ് ചെയ്യാൻ കൺസിഡർ ദി പ്രൂഫ്. ലെറ്റ് സീക്വൻസ് xn ആൻഡ് സീക്വൻസ് yn ആർ കൺവേർജന്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ആൻഡ് ഓൾസോ സപ്പോസ് xn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ഫോർ ഓൾ n ബിലോങ്സ് ടു n. ഇത് നമ്മുടെ ഹൈപ്പോത്തിസിസ് ആണ്. ഇതൊക്കെ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് ലിമിറ്റ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് yn. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ലെറ്റ് zn ഈക്വൽ ടു yn മൈനസ് xn. ഓക്കെ, xn എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആണ്, yn എന്ന് പറയുന്നതും സീക്വൻസ് ആണ്. സോ ടേക്ക് zn ഈക്വൽ ടു yn മൈനസ് xn. സോ xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ആയതുകൊണ്ട് yn മൈനസ് xn ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, so we can write zn is greater than or equal to 0 for all n belongs to n. Okay, next one, keep it there. Then limit zn equal to, limit zn എങ്ങനെ എഴുതാം? ലിമിറ്റ് yn മൈനസ് xn എഴുതാം. നമ്മൾ ഓൾറെഡി ഒരു തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ട്. x ഈക്വൽ ടു xനും y ഈക്വൽ ടു സീക്വൻസ് yn ആണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ്, ഓക്കെ, x മൈനസ് y എന്ന് പറയുന്നത് എന്തായിരിക്കും? സീക്വൻസ് xn മൈനസ് yn ആണ്. ഇത് രണ്ടും കൺവേർജൻ്റ് ആണെങ്കിൽ, എക്സും വൈയും കൺവേർജൻ്റ് ആണെങ്കിൽ എക്സ് മൈനസ് വൈയും കൺവേർജൻ്റ് ആയിരിക്കും. ആൻഡ് ലിമിറ്റ് xn മൈനസ് yn ഈസ് ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് xn മൈനസ് ലിമിറ്റ് yn ആണ്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത തിയറാണ്. യൂസിങ് ദിസ് തിയറം വി ക്യാൻ റൈറ്റ് ലിമിറ്റ് yn മൈനസ് xn. അതായത് yn കൺവേർജൻറ്റ് സീക്വൻസ് ആണ്, xനും സീക്വൻസ് xനും കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. സോ അതിൻ്റെ ഡിഫറൻസ് xn മൈനസ് yn കൺവേർജൻ്റ് ആണെങ്കിൽ yn മൈനസ് xനും കൺവേർജൻ്റ് ആണ്. ഓക്കെ, സോ yn മൈനസ് xn, സീക്വൻസ് yn മൈനസ് xn കൺവേർജൻ്റ് ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് എന്താണ് വരിക? ദാറ്റ് ലിമിറ്റ് ഓഫ് yn മൈനസ് xn ഈസ് ഈക്വൽ ടു ലിമിറ്റ് yn മൈനസ് ലിമിറ്റ് xn വരും. ഓക്കെ, ലിമിറ്റ് yn മൈനസ് ലിമിറ്റ് xn. സോ ലിമിറ്റ് z എന്ന് പറയുന്നത് എന്താ വരിക? ലിമിറ്റ് yn മൈനസ് ലിമിറ്റ് xn. സോ നമുക്ക് ഓൾറെഡി zn, ഓക്കെ, zn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ n ബിലോങ്സ് ടു n ആണെന്ന് നമുക്കറിയാം. സോ നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത തിയറം എന്തായിരുന്നു? xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ, xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ n ബിലോങ്സ് ടു n ആണെങ്കിൽ, സീക്വൻസ് xn കൺവേർജൻറ്റും ആണെങ്കിൽ ലിമിറ്റ് xn
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ സെഡൻ എന്താണ്, സെഡൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, സെഡൻ കൺവേർജൻറ്റും ആണ്. ഓക്കെ, സോ ലിമിറ്റ് സെഡൻ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും ബൈ ദിസ് തിയറം. ഓക്കെ, സോ ലിമിറ്റ് സെഡൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ലിമിറ്റ് സെഡൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിൽ ലിമിറ്റ് സെഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് yn മൈനസ് ലിമിറ്റ് എക്സ് ആണ്. സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലിമിറ്റ് yn മൈനസ് ലിമിറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദാറ്റ് ഇംപ്ലീസ് ലിമിറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് yn. ഓക്കെ, സോ ദാറ്റ്സ് ദി തിയറം. സോ തിയറം പറയുന്ന ഇതാണ്, എക്സെന്നും വൈഎന്നും കൺവേർജൻറ്റ് സീക്വൻസസ് ആണെങ്കിൽ ആൻഡ് ഇഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ ആണെങ്കിൽ ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് വൈ എൻ ആയിരിക്കും. ഓക്കെ, നൗ കൺസിഡർ തേർഡ് തിയറം. If x equal to sequence xn is a convergent sequence and if a less than or equal to xn less than or equal to b for all n belongs to n, then a is less than or equal to limit xn less than or equal to b. Okay, so x എന്ന് പറയുന്ന സീക്വൻസ് എൻ്റെയും ബിൻ്റെയും ഇടയിലാണെങ്കിൽ അതിൻ്റെ ലിമിറ്റും എൻ്റെയും ബിൻ്റെയും ഇടയിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇത് xn given xn is a convergent sequence and all the terms of the sequence are in between a and b. Okay, so നമുക്കിങ്ങനെയാണെങ്കിൽ ഒരു എയും ബിയും, സോ എല്ലാ ടേംസും എക്സ് എന്ന് പറയുന്നത് എല്ലാം ഇതിനുള്ളിലുള്ളതാണ്. ഓക്കെ, എക്സ് എൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് സീക്വൻസ് എക്സൻ കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും, എന്തായാലും ലിമിറ്റ് എന്ന് പറയുന്നത് എൻ്റെയും ബിൻ്റെയും ഇടയ്ക്ക് തന്നെ ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, സോ കൺസിഡർ ദി പ്രൂഫ്. Let x equal to xn be a convergent sequence and suppose a is less than or equal to xn less than or equal to b for all n belongs to n. Now you take sequence yn equal to constant sequence a. Okay, constant sequence ആയിട്ട് എടുക്കുക. y എന്ന് പറയുന്നത് constant sequence a and zn equal to constant sequence b. സോ നമുക്ക് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു b എന്ന് തന്നിട്ടുണ്ട്. സോ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം, y എന്ന് പറയുന്നത് എന്താണ്, a തന്നെയാണ്, z എന്ന് പറയുന്നത് b ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് എഴുതാം, yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു zn ഫോർ ഓൾ n ബിലോങ്സ് ടു n. ഓക്കെ, y എന്ന് പറയുന്നത് a ആണ്, ഫോർ ഓൾ n ബിലോങ്സ് ടു n. zn ഈക്വൽ ടു b ഫോർ ഓൾ n ബിലോങ്സ് ടു n ആണ്. സോ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ എഴുതാം. സോ yn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു zn ഫോർ ഓൾ n ബിലോങ്സ് ടു n. നോ ഇത് നോക്കുക, നമ്മൾ ലാസ്റ്റ് ഇതിന് തൊട്ട് മുമ്പിലത്തെ തിയറം പറഞ്ഞ ഇതാണ്, എന്താ, എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ. എക്സ് എന്നും വൈ എന്നും രണ്ട് കൺവേർജൻറ്റ് സീക്വൻസ് ആണെങ്കിൽ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ ആണെങ്കിൽ എന്താണ്, ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് വൈ എൻ ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തുണ്ട്, എക്സ് എന്നും വൈ എന്നും എന്താണ്, കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ ആണ്. സോ ഈ ഒരു തിയറം അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് ലിമിറ്റ് വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഈ തിയറം അപ്ലൈ ചെയ്യും. സോ നമുക്കിത് കിട്ടി, ലിമിറ്റ് വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ. നൗ കൺസിഡർ ദിസ് വൺ, എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എൻ. എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എൻ ആണ്. സോ എക്സ് എന്നും കൺവേർജൻറ്റ് സീക്വൻസ് ആണ്, സെഡ് എന്നും കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. സെഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സീക്വൻസ് പി ആണ്, ക്ലിയർലി അത് കൺവേർജൻ്റ് ആണ്. So xn less than or equal to zn ആയതുകൊണ്ട് using this theorem we can write limit xn less than or equal to limit zn. Okay, now ഇത് കിട്ടി, ലിമിറ്റ് yn less than or equal to limit xn less than or equal to limit zn. ഇനി ഇവിടെ നോക്ക്, yn എന്ന് പറയുന്നത് എന്താണ്, സീക്വൻസ് കോൺസ്റ്റൻറ്റ് സീക്വൻസ് a ആണ്. സോ അതിൻ്റെ ലിമിറ്റ് എന്താ വരിക, yn ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് സീക്വൻസ് a ആയതുകൊണ്ട് ലിമിറ്റ് yn ഈക്വൽ ടു എന്താണ് വരിക, ലിമിറ്റ് yn ഈക്വൽ ടു a ആണ് അല്ലേ. അതുപോലെ ലിമിറ്റ് zn എന്താണ്, ലിമിറ്റ് സെഡ് എന്ന് പറയുന്നത് ബി ആണ്, കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആ ഒരു നമ്പറിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ലിമിറ്റ് വൈ എൻ ഈക്വൽ ടു എ ആണ്, ലിമിറ്റ് സെഡ് എൻ ഈക്വൽ ടു ബി ആണ്. സോ നമുക്ക് കിട്ടിയത് ഇതാണ്, ലിമിറ്റ് വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സെഡ്. സോ ലിമിറ്റ് വൈ എന്ന് പറഞ്ഞാൽ എ, ലിമിറ്റ് സെഡ് എന്ന് പറഞ്ഞാൽ ബി. സോ ദാറ്റ് ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ a less than or equal to xn less than or equal to b for all n belongs to n എന്നും xn കൺവേർജൻറ്റ് സീക്വൻസും ആണെങ്കിൽ എന്ത് കിട്ടും, a less than or equal to limit xn less than or equal to b എന്ന് കിട്ടും. So that's the third theorem. Next
consider the fourth one, that is skews theorem. So suppose that x equal to sequence xn, y equal to sequence yn, and z equal to sequence zn are sequences of real numbers such that xn less than or equal to yn less than or equal to zn for all n belongs to n. Okay, and that limit xn equal to limit zn, then y equal to sequence yn is convergent and limit xn equal to limit yn equal to limit zn. Okay, so here we have given three sequences: sequence xn, sequence yn and sequence zn. Okay, മൂന്ന് sequences തന്നിട്ടുണ്ട്. സോ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു zn ആണ്. ഓക്കെ, സോ മൂന്ന് സീക്വൻസ് തന്നിട്ടുണ്ട്: സീക്വൻസ് xn, സീക്വൻസ് yn ആൻഡ് സീക്വൻസ് zn. പിന്നെ ഉള്ളത് സീക്വൻസ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു zn. ഓക്കെ, പിന്നെ ഒന്നുകൂടി ഉണ്ട് ലിമിറ്റ് xn ലെസ് ഈക്വൽ ടു ലിമിറ്റ് zn. ഇതിൻ്റെ xnൻ്റെയും znൻ്റെയും ലിമിറ്റ് സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ലിമിറ്റ്? അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എക്സനും ലിമിറ്റ് സെഡനും ഈക്വൽ എന്ന് പറഞ്ഞാൽ സീക്വൻസ് എക്സനും കൺവേർജൻ്റ് ആണ്, സെഡനും കൺവേർജൻ്റ് ആണെന്നാണ് മീനിങ് അല്ലേ? രണ്ടും കൺവേർജൻറ്റും ആണ്, അതിൻ്റെ ലിമിറ്റ് ഈക്വലും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നടുക്കുള്ള yn കൺവേർജൻറ്റും ആയിരിക്കും ആൻഡ് അതിൻ്റെ ലിമിറ്റ് ഇതിൻ്റെ ലിമിറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് സീക്വൻസസ് ജസ്റ്റ് സീക്വൻസസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കൺവേർജൻസിനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താ? മൂന്ന് സീക്വൻസ് ഉണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടി ഇതാണ്: xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു z. പിന്നെയാണ് പറയുന്നത് എന്ത്? ലിമിറ്റ് xn ഈക്വൽ ടു ലിമിറ്റ് zn. സോ അതിൻ്റെ മീനിങ് എന്താണ്? സീക്വൻസ് xനും സീക്വൻസ് zനും കൺവേർജൻറ്റും ആണ്, അതിൻ്റെ ലിമിറ്റ് സെയിമും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നടുക്കുള്ള സീക്വൻസ് എന്തായിരിക്കും? കൺവേർജൻറ്റും ആയിരിക്കും, അതിൻ്റെ ലിമിറ്റ് ഇതിൻ്റെ ലിമിറ്റിന് ഈക്വൽ ആയിരിക്കും. സോ അതാണ് സ്ക്യൂസ് തിയറം പറയുന്നത്. അതായത് സ്ക്യൂസ് തിയറം, സ്ക്യൂസിങ്ങിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയായിരിക്കും. സോ അതന്നെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ലിമിറ്റ് എക്സനും ഇങ്ങനെ ഒരു സീക്വൻസ്, മൂന്ന് സീക്വൻസ് തരുവാണെങ്കിൽ xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ഒരു സീക്വൻസ് തരുവാണെങ്കിൽ xനും zനും കൺവേർജൻ്റ് ആണെങ്കിൽ അതിന് നടുക്കുള്ള സീക്വൻസും കൺവേർജൻറ്റും ആയിരിക്കും, പിന്നെ ഇതിൻ്റെ ലിമിറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടിൻ്റെയും ലിമിറ്റ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ഉള്ളൂ. ഓക്കെ, xn കൺവേർജൻറ്റും ആയിരിക്കണം, zn കൺവേർജൻറ്റും ആയിരിക്കണം, അതിൻ്റെ രണ്ടിൻ്റെ ലിമിറ്റ് ഈക്വൽ ആണെങ്കിൽ yn എന്തായിരിക്കും? കൺവേർജൻറ്റും ആയിരിക്കും, അതിൻ്റെ ലിമിറ്റ് മറ്റേതിൻ്റെ ലിമിറ്റ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ദി സ്ക്യൂസ് തിയറം. സോ കൺസിഡർ ദി പ്രൂഫ്. So let x equal to xn, y equal to sequence yn and z equal to sequence zn be sequences of real numbers such that xn less than or equal to yn less than or equal to zn for all n belongs to n. And also suppose limit xn equal to limit zn. So ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് രണ്ട് റിസൾട്ട് ഉണ്ട്. എന്താണ്? ഒന്ന് സീക്വൻസ് xnഉം znഉം കൺവേർജൻ്റ് ആണ് ആൻഡ് ദെയർ ലിമിറ്റ്സ് ആർ സെയിം. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് അത് ക്ലിയർ ആണ്. ഓക്കെ, ദെൻ വി ഹാവ് ടു പ്രൂവ് സീക്വൻസ് yn ഈസ് കൺവേർജൻറ്റ്. സീക്വൻസ് yn കൺവേർജൻ്റ് ആണെന്നും പ്രൂവ് ചെയ്യണം.ynൻ്റെ ലിമിറ്റ് ഇത് ഈ ലിമിറ്റിന് ഈക്വൽ ആണ്, അതായത് ലിമിറ്റ് xn ഈക്വൽ ടു ലിമിറ്റ് yn ഈക്വൽ ടു ലിമിറ്റ് zn എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, നൗ given limit xn equal to limit zn, so let it be w. Okay, അത് w ആണെന്ന് വിചാരിക്കും. ഓക്കെ, നൗ w equal to limit xn ആണെങ്കിൽ നമുക്കറിയാം ബൈ definition എന്താ കിട്ടുക? By definition, for every epsilon greater than 0 there exists a natural number, that is there exists k belongs to n such that mod xn minus w less than epsilon for all n greater than or equal to k. Okay, ഇതാണെങ്കിൽ ഓക്കെ w equal to limit xn ആണെങ്കിൽ. ഇനി w equal to limit zn ആകുമ്പോഴെന്താ സംഭവിക്കുക? By definition, for every epsilon greater than 0 there exists a natural number k. So ഞാൻ ഇതിന് k1 ഇതിന് k2 എന്നും കൊടുക്കുന്നു. So k2 belongs to n such that mod zn minus w is less than epsilon for all n greater than or equal to k2. So this is k1. Okay, this is by definition. Now നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് yn കൺവേർജൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? സോ yn കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സെയിം, അതായത്
പ്രൂവ് ചെയ്യേണ്ട ഇതാണ്. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് മോഡ് yn മൈനസ് സെയിം ലിമിറ്റ് സെയിം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. സോ ഏതൊരു എപ്സിലോൺ എടുത്താലും ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. ഒരു എപ്സിലോൺ ചൂസ് ചെയ്യാം. നൗ ആ ഒരു എപ്സിലോൺ നമ്മളൊരു പെർട്ടിക്കുലർ ആർബിട്രറി ആയിട്ട് ഒരു എപ്സിലോൺ ചൂസ് ചെയ്തു. സോ സിൻസ് w ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ട്. ഏതൊരു എപ്സിലോൺ എടുത്താലും ദർ എക്സിസ്റ്റ് നാച്ചുറൽ നമ്പർ k1 സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷനാണ്. അപ്പോൾ എന്താ, ഈ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k1 സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, ഇനി അതേ എപ്സിലോണിന് സിൻസ് w ഈക്വൽ ടു ലിമിറ്റ് സെഡ് എൻ ആയതുകൊണ്ടും എന്താ, ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k2 ബിലോങ്സ് ടു എൻ സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, സോ ഈ ഒരു എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു k1 ഉണ്ട് k2 ഉണ്ട് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, പക്ഷേ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നതിന് പകരം ഞാൻ k1 ഈക്വൽ ടു ഇവിടെ ഈ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് k1 ഉണ്ട് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ ആൻഡ് k2 ഉണ്ട് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഞാൻ ഈ k ഈക്വൽ ടു ഇവിടെയുള്ള k ഈക്വൽ ടു മാക്സിമം ഓഫ് k1 k2 ചൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്താ പറയാം, ഈ ഒരു റിസൾട്ട് ഫസ്റ്റ് വൺ ഈസ് ട്രൂ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന് പറയാലോ. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 ശരിയാണെങ്കിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു kക്കും ശരിയായിരിക്കും. കാരണം k എന്ന് പറയുന്നത് k1 വലിയൊരു നമ്പറാണ്. ഒന്നിക്ക് k1 ആയിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു നമ്പറാണ്. സോ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 ശരിയാണെങ്കിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു kക്കും ഈ ഒരു റിസൾട്ട് ട്രൂ ആയിരിക്കും. ഓക്കെ, കാരണം k എന്ന് പറയുന്നത് മാക്സിമം ഓഫ് k1 k2 ആണ്. ഓക്കെ, എന്തായാലും k1 k2 വലിയൊരു നമ്പറാണ് k എന്ന് പറയുന്നത്. ഓക്കെ, വലുതോ അല്ലെങ്കിൽ അതോ അതിനേക്കാളും വലിയതായിട്ടുള്ളൊരു നമ്പറാണ് k എന്ന് പറയുന്നത്. സോ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 ഈ റിസൾട്ട് ട്രൂ ആണെങ്കിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു kക്ക് ഈ റിസൾട്ട് ട്രൂ ആണ്. അതുപോലെ തന്നെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2 ഈ റിസൾട്ട് ട്രൂ ആണെങ്കിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു kക്കും ഈ ഒരു റിസൾട്ട് ട്രൂ ആണ്. ഓക്കെ, സോ ഇത് രണ്ടും കൂടി ഒന്നിച്ച് എനിക്ക് എങ്ങനെ പറയാം, സിൻസ് ഇത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു, അത് രണ്ടും കൂടി ഒന്നിച്ച് ഇങ്ങനെ പറയാം. ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k സച്ച് ദാറ്റ് ഇഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ദെൻ മോഡ് xn മൈനസ് w ഇസ് ലെസ് ദാൻ എപ്സിലോൺ ആൻഡ് മോഡ് zn മൈനസ് w ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ശരിക്കും അത് ഇങ്ങനെയാണ് വരുന്നത്, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല, ഡയറക്റ്റ് എഴുതിയാൽ മതി. സോ അത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സിൻസ് w ഈക്വൽ ടു ലിമിറ്റ് xn ആയതുകൊണ്ട് ഈ ഒരു k1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ w ഈക്വൽ ടു ലിമിറ്റ് zn ആയതുകൊണ്ട് ഒരു k2 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു k1 ഉണ്ട് k2 ഉണ്ട് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ ആൻഡ് ദിസ് കണ്ടീഷൻ. സോ ഞാൻ അതിൻ്റെ അകത്ത് പിന്നെ k ഈക്വൽ ടു എന്ത് ചൂസ് ചെയ്തു, മാക്സിമം ഓഫ് k1 k2 എന്ന് ചൂസ് ചെയ്തു. സോ അങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ദ ഫസ്റ്റ് റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. സിമിലർലി ദ സെക്കൻഡ് റിസൾട്ട് ഈസ് ഓൾസോ ട്രൂ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. രണ്ട് റിസൾട്ടും n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു kക്ക് ശരിയായിരിക്കും. സോ രണ്ടും കൂടി ഒന്നിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു k ചൂസ് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k സച്ച് ദാറ്റ് ഇഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ദെൻ മോഡ് xn മൈനസ് w ലെസ് ദാൻ എപ്സിലോൺ ആൻഡ് മോഡ് zn മൈനസ് w ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയും. ഓക്കെ, സോ അതവിടെ വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു റിസൾട്ട് ഉണ്ട്, അതായത് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു zn ഫോർ ഓൾ n ബിലോങ്സ് ടു എന്ന് തന്നിട്ടുണ്ട്. സോ ഇനി അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് എഴുതാം, അതിൻ്റെ അകത്ത് ഓരോ ടേമിൻ്റെയും കൂടെ w മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് എഴുതാം, xn മൈനസ് w ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn മൈനസ് w ലെസ് ദാൻ ഓർ ഈക്വൽ ടു zn മൈനസ് w ഫോർ ഓൾ n ബിലോങ്സ് ടു n. ഓക്കെ, സോ ഇതിൽ ഈ ഒരു റിസൾട്ടിനെ നമുക്ക് മാറ്റി എഴുതാമല്ലോ. ദിസ് വൺ ഈസ് ഓൾസോ ഇക്വലൻറ്റ് ടു മൈനസ് എപ്സിലോൺ ലെസ് ദാൻ xn മൈനസ് w ലെസ് ദാൻ എപ്സിലോൺ. ആൻഡ് ഇതോ ദിസ് വൺ ഈസ് ഇക്വലൻറ്റ് ടു
minus epsilon less than Zn minus W less than epsilon. Okay, so നമുക്ക് ഇതിനകത്ത് ഏതെല്ലാം എടുക്കാം? മൈനസ് എപ്സിലോൺ ലെസ് ദാൻ xn മൈനസ് എപ്സിലോൺ എടുക്കാം. ഓക്കെ, ദിസ് വൺ ഫസ്റ്റ് വൺ, ഈ ഒരു ഇനീക്വാലിറ്റി minus epsilon less than xn minus w, and xn minus w is less than or equal to yn minus w, and that is less than or equal to Zn minus w, and from here okay, from here എന്ത് എഴുതാം? Zn minus w is less than epsilon. So from this inequality I can write minus epsilon less than yn minus w less than w, sorry, less than epsilon for all n greater than or equal to k. So actually this inequality is true for all n belongs to n, പക്ഷേ ഇത് എപ്പോഴാണ് ട്രൂ ആവുന്നുള്ളൂ? ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അപ്പോൾ ഈ ഒരു ഇനീക്വാലിറ്റി ട്രൂ ആവുന്നത് എപ്പോഴായിരിക്കും? ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഈ ഒരു ഇനീക്വാലിറ്റി എല്ലാ എന്നിനും ശരിയാണ്, പക്ഷേ ഈ ഇനീക്വാലിറ്റി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആകുമ്പോൾ മാത്രമേ ശരിയാകുന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് ഇനീക്വാലിറ്റി എപ്പോഴേ ശരിയാവുള്ളൂ? ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. So we get minus epsilon less than yn minus w less than epsilon for all n greater than or equal to k. So ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? മോഡ് yn minus w less than epsilon for all n greater than or equal to k. So നമ്മൾ ഒരു ആർബിട്രറി എപ്സിലോൺ ചൂസ് ചെയ്തു. സോ ദർ എക്സിസ്റ്റ് കെ സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ കിട്ടി അല്ലേ? മോഡ് yn minus w less than epsilon for all n greater than or equal to k. And since epsilon is arbitrary, ഒരു ആർബിട്രറി എപ്സിലോൺ ചൂസ് ചെയ്തപ്പോഴാണ് ഒരു കെ കിട്ടിയത്. സോ ആർബിട്രറി എന്ന് പറഞ്ഞാൽ ഏത് ചൂസ് ചെയ്താലും നമുക്ക് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം ഏതൊരു എപ്സിലോൺ എടുത്താലും ദർ എക്സിസ്റ്റ് ആൻ നാച്ചുറൽ നമ്പർ കെ സാറ്റിസ്ഫൈങ് മോഡ് yn minus w less than epsilon for all n greater than or equal to k. So that's the definition of sequence yn is convergent. Okay, therefore we get sequence yn is convergent and limit yn equal to w. Okay, so നമുക്ക് എന്ത് കിട്ടി? സീക്വൻസ് yn കൺവേർജൻറ്റും ആണ്, ലിമിറ്റ് yn ഈക്വൽ ടു w എന്ന് കിട്ടി. സോ നമുക്കറിയാം w എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് xn ആണ് അല്ലേ? സോ ലിമിറ്റ് xn ഈക്വൽ ടു ലിമിറ്റ് yn ഈക്വൽ ടു ലിമിറ്റ് zn ആണെന്ന് കിട്ടി. സോ സ്ക്യൂസ് തിയറം പറയുന്നത് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു zn ആണെങ്കിൽ xn-ഉം zn-ഉം കൺവേർജൻറ്റും അതിൻ്റെ ലിമിറ്റ് ഈക്വൽ ആണെങ്കിൽ, ലിമിറ്റ് xn ഈക്വൽ ടു ലിമിറ്റ് zn ആണെങ്കിൽ അതിനിടയ്ക്കുള്ള yn-ഉം കൺവേർജൻറ്റും ആയിരിക്കും, അതിൻ്റെ ലിമിറ്റ് ഇതിൻ്റെ ലിമിറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ദി സ്ക്യൂസ് തിയറം.